ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സ്റ്റെബിലിറ്റി അനാലിസിസ് യൂസിങ് ഡിസ്ക്രൈബിംഗ് ഫംഗ്ഷൻ. അപ്പോൾ നമുക്ക് ഡിസ്ക്രൈബിംഗ് ഫംഗ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് അവിടെ സ്റ്റെബിലിറ്റി ചെക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഓസിലേഷൻ ഉണ്ടല്ലോ, സസ്റ്റൈൻഡ് ഓസിലേഷൻ അല്ലെങ്കിൽ ലിമിറ്റ് സൈക്കിളൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് യൂസ്ഫുൾ ആണ് ഈ ഡിസ്ക്രൈബിംഗ് ഫംഗ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് ഈ സ്റ്റെബിലിറ്റി അനാലിസിസ്. അപ്പോൾ നമുക്കിവിടെ ഒരു ബ്ലോക്ക് ഡയഗ്രാം തന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്കുള്ള ഇൻപുട്ട് എന്ന് പറയുന്നത് നമ്മൾ ഫ്രീക്വൻസി പ്ലെയിനിലേക്ക് ആക്കുകയാണ്, ഫ്രീക്വൻസി ഡൊമൈനിലേക്ക് ആക്കിയിട്ടാണ് ചെയ്യുന്നത്. അതായത് ആർ ഓഫ് ജെ ഒമേഗ ആണ് ഇൻപുട്ട് എന്ന് പറയുന്നത്. ആൻഡ് കെ എൻ എന്ന് പറയുന്നത് അവിടെ ഡിസ്ക്രൈബിംഗ് ഫംഗ്ഷൻ. ആൻഡ് ജി ഓഫ് ജെ ഒമേഗ ആണ് നമ്മുടെ ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഇൻ ഫ്രീക്വൻസി പ്ലെയിൻ. ആൻഡ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് സി ഓഫ് ജെ ഒമേഗ, ഒരു യൂണിറ്റി ഫീഡ്ബാക്ക് സിസ്റ്റമാണ് നമുക്ക് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ക്ലോസ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എഴുതുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? സി ഓഫ് എസ് ബൈ ആർ ഓഫ് എസ് ഈസ് ഈക്വൽ ടു കെ എൻ ഇൻറ്റു ജി ഓഫ് ജെ ഒമേഗ ബൈ 1 പ്ലസ് കെ എൻ ജി ഓഫ് ജെ ഒമേഗ നമുക്ക് അവിടെ എഴുതാം. അപ്പോൾ അതിൽ ഡിനോമിനേറ്ററാണ് നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ നമ്മൾ അത് എഴുതി 1 പ്ലസ് കെ എൻ ജി ഓഫ് ജെ ഒമേഗ ഇസ് ഈക്വൽ ടു 0. ഇപ്പോൾ നൈക്വിസ്റ്റ് സ്റ്റെബിലിറ്റി ക്രൈറ്റീരിയ അനുസരിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ സിസ്റ്റം, ഈ സിസ്റ്റം എന്ന് പറയുന്നത് എന്താ, ഓസിലേഷൻ ഉണ്ടാവും അല്ലെങ്കിൽ ലിമിറ്റ് സൈക്കിൾ എക്സിബിറ്റ് ചെയ്യും എപ്പോഴാണെങ്കിൽ കെ എൻ ജി ഓഫ് ജെ ഒമേഗ ഇസ് ഈക്വൽ ടു -1 ആണെങ്കിൽ. അപ്പോൾ കെ എൻ ജി ഓഫ് ജെ ഒമേഗ ഇസ് ഈക്വൽ ടു -1 എന്ന് പറഞ്ഞിട്ട് കിട്ടി. ഇവിടെ -1 എന്ന് പറയുന്ന ആ പോയിന്റ് ഉണ്ടല്ലോ, അതാണ് ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറയുന്നത്. അതായത് നെഗറ്റീവ് റിയൽ ആക്സിസിലെ 1 എന്ന് പറയുന്ന ആ പോയിന്റ് ആണ് -1 പ്ലസ് J0. അപ്പോൾ ഈ ലോക്കസ് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ, അതായത് കെ എൻ ജി ഓഫ് ജെ ഒമേഗ ലോക്കസ് വരച്ചിട്ട് നമുക്ക് ആ ലോക്കസ് -1 പ്ലസ് J0, അതായത് ഇതിനെ നമ്മൾ ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറയുന്നത്, ആ ഒരു പോയിന്റിൽ കൂടെ ക്രോസ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ അവിടെ ആ സിസ്റ്റം എന്ന് പറയുന്നത് സസ്റ്റൈൻഡ് ഓസിലേഷൻ എക്സിബിറ്റ് ചെയ്യും. അപ്പോൾ ഇതാണ് അതിൻ്റെ കൺസെപ്റ്റ്. നമ്മൾ ഈ ഇക്വേഷൻ നിന്നിട്ട് നമുക്ക് എന്ത് എഴുതാം? ജി ഓഫ് ജെ ഒമേഗ ഇസ് ഈക്വൽ ടു ഈ കെ എൻ നമ്മൾ താഴത്തേക്ക് കൊണ്ടുവരുമ്പോൾ അവിടെ -1/kn എന്ന് നമുക്ക് അവിടെ വരും. അപ്പോൾ സ്റ്റെബിലിറ്റി അനാലിസിസിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ട് ലോക്കസ് വരയ്ക്കും. ഒന്ന് ജി ഓഫ് ജെ ഒമേഗയുടെ ആൻഡ് രണ്ടാമത്തത് -1/kn. അപ്പോൾ ഈ രണ്ട് ലോക്കസും ഇന്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് ഉണ്ടല്ലോ, ആ പോയിന്റിൽ നമുക്ക് അവിടെ ലിമിറ്റ് സൈക്കിൾ എക്സിബിറ്റ് ചെയ്യും. അതിൻ്റെ ഫ്രീക്വൻസി ആൻഡ് ആംപ്ലിറ്റ്യൂഡ് നമുക്ക് അവിടെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇനി അടുത്തത് കണ്ടീഷൻ ഫോർ സ്റ്റെബിലിറ്റി. നമ്മൾ സ്റ്റെബിലിറ്റി അനാലിസിസ് നമ്മൾ രണ്ട് ലോക്കസ് വരയ്ക്കുമെന്ന് പറഞ്ഞു. അതിൽ ഒന്ന് ജി ഓഫ് ജെ ഒമേഗ, നമ്മൾ പോളാർ പ്ലോട്ട് എങ്ങനെയും യൂസ് ചെയ്തിട്ടായിരിക്കും വരയ്ക്കുക. ആൻഡ് ഇത് -1/kന്റെ ലോക്കസ്, അതായത് ഡിസ്ക്രൈബിംഗ് ഫംഗ്ഷൻ്റെ ലോക്കസ് ആണ്. ഇനി ഫസ്റ്റ് കണ്ടീഷൻ, ഇഫ് ദ -1/kn ലോക്കസ് എന്ന് പറയുന്നത്, ഈ ഒരു ലോക്കസ് എന്ന് പറയുന്നത് ഈസ് നോട്ട് എൻക്ലോസ്ഡ് ബൈ ദ ജി ഓഫ് ജെ ഒമേഗ എന്ന് പറയുന്നത്, നമ്മുടെ ഡിസ്ക്രൈബിംഗ് ഫംഗ്ഷന്റെ ലോക്കസിനെ ഈ ജി ഓഫ് ജെ ഒമേഗയുടെ ലോക്കസ് എൻക്ലോസ് ചെയ്യണില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ സിസ്റ്റം സ്റ്റേബിൾ ആണെന്ന് പറയാം. അതായത് ഈ ലോക്കസ് ഉണ്ടല്ലോ, -1/kന്റെ ലോക്കസ്, അത് പുറത്ത് വരണം. ഇത് അതിനെ, ഈ ജി ഓഫ് ജെ ഒമേഗയുടെ ലോക്കസ് അതിനെ എൻക്ലോസ് ചെയ്യാനായിട്ട് പാടില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ സിസ്റ്റം എന്ന് പറയുന്നത് സ്റ്റേബിൾ ആണെന്ന് പറയാം. ഇതാണ് ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഈ രണ്ട് ലോക്കസ് ഉണ്ടല്ലോ, -1/kn എൻ്റെ ഡിസ്ക്രൈബിംഗ് ഫംഗ്ഷൻ്റെ ലോക്കസിനെ നമ്മുടെ ഈ ജി ഓഫ് ജെ ഒമേഗ എൻക്ലോസ് ചെയ്യുകയാണെങ്കിൽ ആ സിസ്റ്റം എന്ന് പറയുന്നത് അൺസ്റ്റേബിൾ ആണെന്ന് പറയാം. അപ്പോൾ അതാണ് അവിടെ രണ്ടാമത്തത് കൊടുത്തിട്ടുള്ളത്. ഇഫ് ദ -1/kn ലോക്കസ് ഈസ് എൻക്ലോസ്ഡ് ബൈ ദ ജി ഓഫ് ജെ ഒമേഗ then the system is unstable. ഇനി തേർഡ് കണ്ടീഷൻ, നമ്മൾ രണ്ട് ലോക്കസ് പറഞ്ഞു, -1/kn ആൻഡ് ജി ഓഫ് ജെ ഒമേഗ. അപ്പോൾ അത് രണ്ടും ഇന്റർസെക്റ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ ലിമിറ്റ് സൈക്കിൾ എക്സിബിറ്റ് ചെയ്യും. അപ്പോൾ ലിമിറ്റ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു, മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? ഈ ഫ്രീക്വൻസി, ഫിക്സഡ് ആംപ്ലിറ്റ്യൂഡിലും ഫ്രീക്വൻസിയിലും ഓസിലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനെ ലിമിറ്റ് സൈക്കിൾ എന്ന് പറയാം. അപ്പോൾ അത് എക്സിബിറ്റ് ചെയ്യും നമുക്ക് ഈ രണ്ട് ലോക്കസുകൾ ഇന്റർസെക്റ്റ് ചെയ്യുകയാണെങ്കിൽ, -1/kn ആൻഡ് ജി ഓഫ് ജെ ഒമേഗ. അപ്പോൾ ആ ലിമിറ്റ് സൈക്കിളിൻ്റെ ആംപ്ലിറ്റ്യൂഡും ഫ്രീക്വൻസിയും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെങ്കിൽ, ഇറ്റ് ക്യാൻ ബി ഒബ്റ്റെയിൻ ഫ്രം -1/kn. നമ്മൾ ഈ ഡിസ്ക്രൈബിംഗ് ഫംഗ്ഷൻ ഉണ്ടല്ലോ, -1/kന്റെ ലോക്കസ് ഉണ്ടല്ലോ, അപ്പോൾ അത് ഇന്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റിൽ ആ വാല്യൂ നമ്മൾ എടുത്താൽ മതി. അപ്പോൾ നമുക്ക് ആംപ്ലിറ്റ്യൂഡ് കിട്ടും. ആൻഡ് ഫ്രീക്വൻസി കണ്ടുപിടിക്കാനായിട്ട്, ഫ്രീക്വൻസി കിട്ടും നമുക്ക് എവിടെ നിന്നായിരുന്നു? നമുക്ക് ഒബ്റ്റെയിൻ ഫ്രം ജി ഓഫ് ജെ ഒമേഗ. ആ ഇന്റർസെക്ഷൻ പോയിന്റ് ഉണ്ടല്ലോ, അതിലുള്ള ജി ഓഫ് ജെ ഒമേഗയുടെ വാല്യൂ വെച്ചിട്ട് നമുക്ക് എന്താ, അതിന് ഫ്രീക്വൻസിയും കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇതാണ് അതിൻ്റെ ലോക്കസ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ജി ഓഫ് ജെ ഒമേഗയുടെ ലോക്കസ് എന്ന് പറയുന്നത്. ഇവിടെ -1/kന്റെ ലോക്കസ്. അപ്പോൾ ഇത് രണ്ടും ഇന്റർസെക്റ്റ് ചെയ്യുന്ന ഈ ഒരു പോയിന്റ് ഉണ്ടല്ലോ, ആ പോയിന്റിൽ ലിമിറ്റ് സൈക്കിൾ എക്സിബിറ്റ് ചെയ്യും. അപ്പോൾ ഇത് നോക്കിയാൽ മനസ്സിലാവും, ഈ -1/kn എന്ന് പറയുന്നത്
ഇവിടെ വരെ എന്താണ് നമുക്ക് എൻക്ലോസ് ചെയ്യണില്ല, പുറത്താണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവിടെ ഇതിനെ സ്റ്റേബിൾ റീജിയൻ എന്ന് പറയാം. ആൻഡ് ഈ ഒരു ഇന്റർസെക്ഷൻ പോയിന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനെ എൻക്ലോസ് ചെയ്യുന്നുണ്ട്, അപ്പോൾ അതിന് നമുക്ക് അവിടെ അൺസ്റ്റേബിൾ റീജിയൻ എന്ന് പറയാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു സിസ്റ്റം ഡിസ്ക്രൈബിംഗ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ അവിടെ സ്റ്റെബിലിറ്റി കൺക്ലൂഡ് ചെയ്യുക.